എടി പിള്ളേരെ, വേഗം എഴുന്നേക്കരുത്. അവന്മാരവിടെ കുതിച്ച് റെഡിയായി നിക്കണേണ്. നീക്കിനി എപ്പ റെഡിയാവാനാണ്? പിന്നെ ദേവു ജർമ്മനിയിലെ പോലെ പ്രശ്നം ഉണ്ടാക്കിയാലാണ് എന്റെ കയ്യിന്ന് നീ വാങ്ങും കേട്ടല്ലോ. നിന്നോടും കൂടെയാ, നീ കൂട്ടു നിക്കും. ഈ മമ്മീനെ കൊണ്ട് എന്തുവാ മമ്മി, ഉറങ്ങാൻ സമ്മതിക്കൂല. ഞങ്ങതേ റെഡിയായിട്ട് വന്നേക്കാം. ഇച്ചാമാരുടെ കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറയുന്ന വരാം. മമ്മി ചെല്ലിപ്പോ ഫുഡൊക്കെ എടുത്തോക്കെ. അമ്മ വിശന്നിട്ട് വെള്ളമ്മ, ചോറെടുത്ത് വെക്കമ്മ. ഓ എഴുന്നേറ്റോ? വിശപ്പും കൂടി കണ്ട നിനക്കൊക്കെ. ദേ എടുത്ത് വെച്ചേക്കണം. ഇരിക്കി, അമ്മ എടുത്തരാം. ആദ്യമായിട്ട് വന്നുകൊണ്ട് പറയാനാണ്. അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു ടീമുണ്ട്, അവർക്ക് ഞങ്ങളായിട്ട് വലിയ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ വന്ന് ചൊറിഞ്ഞതൊക്കെ ഇരിക്കും. മക്കള് അത് കേട്ട് അങ്ങാട്ട് കയറി ചൊറിയാൻ നിൽക്കരുത്. അപ്പൊ തന്നെ എന്നെ വിളിച്ചോളണം. എങ്ങാനും നീയൊക്കെ എന്തേലും പറഞ്ഞ അപ്പൊ കിട്ടും കേട്ടല്ലോ. പിന്നെ ആ ജർമ്മനിയുടെ കാര്യം ഓർമ്മയുണ്ടതാ. പപ്പ ഒരു കണക്കിനാണ് അത് പറഞ്ഞതെന്ന് തീർത്തത്. ഇതേ രണ്ടുപേരും കൂടെയാണ്. ഞങ്ങളെ പറഞ്ഞ ഞങ്ങൾ കേൾക്കും. പക്ഷെ നിങ്ങൾ എന്തേലും പറഞ്ഞ ഞാൻ കേട്ട് നിക്കൂല. എന്റെ ഇച്ചായ എന്നെ കൊണ്ടത് പറ്റൂ. ദേവു, നീ പറയണ കേൾക്ക്, ഇല്ലെങ്കിൽ തല്ലി കൊള്ളും നീ. ഇല്ലിച്ച, ഞങ്ങൾ ഒരു പ്രശ്നത്തിനും പോകില്ല. അവളും പോകില്ല. അവളെ ഞാൻ വിടയില്ല. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. നിങ്ങൾ എന്നാ കൊള്ളാം. എന്നാ വാ, വേഗം പോവാ. ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. ക്ലാസ്സൊക്കെ അറിയോ നിനക്കൊക്കെ? വാ, അവിടെ ചെന്നിട്ട് തപ്പി കണ്ടുപിടിക്കാം. ജർമ്മനിയിലെ പോലെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? എടിക്കടെ, വേഗം ക്ലാസ്സിൽ പോയിക്കോണം. വായി നോക്കി നിൽക്കരുത്. ദേവു കുട്ടികളെ നോക്കിക്കോളണേ. ബോധമില്ലാത്ത വച്ച. ഞങ്ങള് പോയിക്കോളാം. നിങ്ങൾ പോയിക്കോ. പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. കുട്ടികളെ പിന്നെ ഞാൻ മതിയോളാം. ഇവിടെ അവിടെ പോകാൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ചെറി, ഇന്ന് അവന്മാരുടെ അനിയത്തിമാര് വരും എന്ന് കേട്ടായിരുന്നു. നമുക്കൊരു പണി കൊടുക്കണ്ട. മിക്കവാറും അത് വേണ്ടി വരും. നല്ല പണി കൊടുക്കണം. നല്ല കോളേജല്ലേടി? കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. അന്നത്തെ പോലെ ഇടിയൊന്നും ഉണ്ടാക്കരുത് കേട്ടാ. അത് പറയാൻ പറ്റത്തൊന്നുമില്ല. എന്റെ മേല് തൊട്ടാ ഞാൻ തല്ലു. അല്ലെങ്കിൽ ഇടിക്കും. ഇവളെ കൊണ്ട് എന്ന ക്ലാസ്സിൽ പോക. ഇനി ഇവിടെ നിക്കണ കണ്ടിട്ട് വേണം പിച്ചായമാരെ വായെന്ന് അടുത്ത ചീത്ത കേൾക്കാൻ. എനിക്ക് വയ്യ. വേഗം ക്ലാസ് കണ്ടുപിടിക്കാം. ഹലോ, ഞാൻ റിത. സിസ്റ്റേഴ്സ് ആണോ? ഹായ്, അതേലോ. എങ്ങനെ മനസ്സിലായി? അല്ല, ഇന്നലെ ഇവിടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഋതുചേട്ടന്റെ മധുചേട്ടന്റെ സിസ്റ്റേഴ്സ് വരുമെന്ന്. അതെന്താ അനൗൺസ് ഒക്കെ ചെയ്തേ? അല്ല, ആരാ അത് ചെയ്തത്? അതിവിടെ കുറച്ചുപേരെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. കാരണം ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കാം. അപ്പൊ നിങ്ങൾക്കൊന്നും പറയരുത് എന്ന് വിചാരിച്ചായിരിക്കാം അന്വേഷണം ചെയ്തത്. അറിയില്ല, ചേട്ടന്മാരോട് ചോദിക്കേണ്ടി വരും. അല്ല, ഞങ്ങളവനുണ്ടെന്ന് ആരെ അറിയിക്കാനാണെന്നാവും ഇപ്പൊ. ആരാ? ശരി, നിങ്ങൾക്കപ്പൊ അതൊന്നും അറിയില്ല സംഭവം എന്താണെന്ന്? ഞാൻ പറഞ്ഞ അതായത് നമ്മുടെ സംരക്ഷിച്ചില്ലേ, സംരക്ഷിച്ച് നടന്നു പോകുന്നത് ഈ ഋതുചേട്ടൻ അറിയാതെ നമ്മുടെ സംരക്ഷിച്ച് ഒന്ന് തട്ടി.
ഈ ചേച്ചി താഴെ വീണു. ചേച്ചി പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന കൊടുത്ത കരഞ്ഞു. അയ്യോ സോറി, വെരി സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. എടോ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. തനിക്ക് കുഴപ്പമുണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കോ? എന്റെ കൈ ചെറുതായിട്ടൊന്ന് പൊട്ടി. കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നാ വാഴഞ്ഞക്ക് ഞാൻ പിടിക്കാം. സത്യം പറയടാ, നീ എന്താണ് അവളെ ചെയ്ത്? അവൾ നിന്നെ പറയണേ? എക്സ്ക്യൂസ് മീ, അറിയാതെ ഒന്ന് തട്ടി അവള് താഴെ വീണു, അത്രേ ഉള്ളു, അല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. നോക്കിയപ്പോ എന്ത് ചെറിയല്ല ഇത് കണ്ടോണ്ട് വന്ന്. ചെറു നോക്കിയപ്പോ ലാവണി ചേച്ചി കൊടുക്കത്തെ ചീത്ത. അതിന്റെ ഇടക്കാണെങ്കിൽ രജിച്ചേട്ടൻ സമര ചേച്ചിയെ പിടിച്ചുകൊണ്ടിരിക്കണം. ഇവരിതെല്ലാം കണ്ടപ്പോ അവനെ ഉപദ്രവിക്കാണെന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് ഭയങ്കര സീനൊക്കെ ആക്കി. പുല്ല നിലയ്ക്ക് എന്തിന്റെ കണ്ടായിട്ടാണോ എന്റെ ചിത്രം തൊട്ട് പറഞ്ഞത്? മര്യാദക്ക് നോണു. ഞാൻ പറഞ്ഞു അറിയാതെയാണെന്ന്. എടാ ജെറി, ഇവന്മാർക്കൊക്കെ ഉള്ളതാ ഈ വന്നുള്ള തട്ടര്. എന്നിട്ട് പറയും അറിയാതെയാണെന്ന്. അപ്പൊ പിന്നെ ആരൊന്നും പറയൂലല്ലോ, അതിന്റെ അവന്മാർക്കൊക്കെ. നിനക്കൊക്കെ എന്താടാ ഇവിടെ നാവണെന്ന് പറഞ്ഞ് എന്ത് പറയാന്നാവരുത് കേട്ടോ. നിർത്തട കോപ്പേ. എടാ നിന്റെ പെങ്ങൾക്കാണ് ഇതുണ്ടാവണമെങ്കിൽ നീ ഇങ്ങനൊന്നും ആയിരിക്കില്ല നിൽക്കാൻ പോകും. അത്തേടമായ ഞാൻ മനപ്പൂർവ്വം തട്ടിയതാ. നീയൊക്കെ എന്ത് ചെയ്യും? നീയൊക്കെ ഒന്നും ചെയ്യാൻ പോണില്ല, പോടെ. എടാ റിത്തിനെ, നിനക്കുള്ള പണി അത് വന്നിരിക്കും മോനെ. നിന്നെയൊക്കെ ഞാൻ അടുത്തോളാ, നീക്ക് ഇവിടെ തന്നെ ഉള്ളതല്ലേ. ഒന്ന് പോടെ ചെറുക്കാ തമാശ അറിയാണ്ട്. ഇതാണ് മോളെ ഉണ്ടായത്. ഋതിൻ ചേട്ടനെ നല്ലോണം കൊണ്ടുവരുന്നുണ്ട്. കാരണം രണ്ടുപേരും തെറ്റാണല്ലോ വീണത്. അപ്പോ ചേച്ചി വീണപ്പോ ഋതിൻ ചേട്ടനെ മാത്രമാണ് എല്ലാരും ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അതും കൂടെ ആയപ്പോ ചേട്ടൻ നല്ല പൊളി കുറഞ്ഞിട്ടുണ്ട്. ഇടക്കിടക്ക് ഉണ്ടാവും ഇതും പറഞ്ഞ വേണ്ടിയിട്ട്. പാവം ചേച്ചാൻ എന്തൊക്കെയാണ് ആവശ്യങ്ങള് അപ്പൊ അമ്മമാര് പറഞ്ഞുണ്ടാക്കിയത്. ഇനി ഞാൻ അമ്മരെ വെറുതെ വിടില്ല. നല്ല മുട്ടം പണി ഞാൻ അമ്മമാർക്ക് കൊടുക്കും. മോളെ ദൈവോ, ഇതിന് അമ്മമാർക്കിട്ട് കൊടുക്കണം. നല്ല എട്ടിന്റെ പണി തന്നെ അമ്മമാർക്കിട്ട് കൊടുക്കണം. ഇതിന് ഞാൻ നിന്നെ തടയില്ല. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എടാ നമ്മള് വന്നിട്ട് ഇപ്പൊ കുറെ നേരമായില്ലേ? അവൾമാരെ കണ്ടില്ലല്ലോ. അവൾമാരെ നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടണ്ടേ? എടാ അവൾമാരെ പണ്ട് ജർമ്മനിയിലായിരുന്നെന്ന്. പെട്ടെന്ന് നടന്ന ഇങ്ങോട്ടൊരു സ്ഥലമാറ്റം. ഓ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് ചോദിക്കാനൊന്നും പറ്റൊന്നുമില്ലല്ലോ. എനിക്കങ്ങനെ അവിടെ ചിലപ്പോ നല്ല റാക്കിങ് ഉണ്ടാവും. ചിലപ്പോ അതോർത്ത് മേടിച്ച് ഇങ്ങാടെ വന്നതായിരിക്കാം. ഇവിടെ പിന്നെ അവളുടെ ചേട്ടന്മാരൊക്കെയില്ലേ റാക്കിങ് ചെയ്യില്ലെന്ന് അമ്മക്കൊക്കെ ഒരു വിചാരം ഉണ്ടാവും. ആടി എന്നാ പുറത്തോട്ട് പോകാം. ഇവിടെ ഇരുന്നിട്ടെന്തിനാ? എന്താടി ജർമ്മനിയുടെ കോളേജിൽ ഇരിക്കുന്നതിലോട്ട് ഒരു മാറ്റം പെട്ടെന്ന്? അപ്പൊ എന്നാ നേരത്തെ ചേരാനിവിടെ? അത് പിന്നെ നമുക്ക് ഇവിടെ ചേരാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പുറത്തു പോയി പഠിക്കാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാ. ഓക്കെ. അപ്പൊ പിന്നെന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊരു മാറ്റം? അതെ, അതിങ്ങോട്ട് ചോദിക്കും. അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയാം, അത് പറയൂല. ഇത് ഞങ്ങളവിടെ ഫ്രീ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ എന്ന് പറയുന്ന കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ അവിടെ ഒരുത്തനുണ്ട്, ഡാനി എന്ന് പറയുന്ന ഒരുത്തനാണ്. പണ്ടാൾക്കാരൻ അവിടുത്തെ ചെയർമാൻ്റെ മൂന്നായി പോയി കഷ്ടകാലത്തിന്. ചെന്ന് കയറിയപ്പോ തന്നെ Hello girls, I'm Dani. What's your name? ഇതാരാണ്? ഞാനിന്ന് രണ്ടുപേര് തന്നോളണം. എന്താ മോളെ ഇത്ര കലിപ്പ്? ചേട്ടൻ പേരല്ലേ ചോദിച്ചോളൂ. അതാ മോളെ. ചേട്ടാ പ്ലീസ് വിട്ടേക്ക്, ഞങ്ങൾക്ക് പോകണം. ഞാനെങ്ങനെ അവളെ സമാധാനത്തോടെ കൊണ്ടുപോകാൻ നേരത്താണ് പാന്തറക്കലാണ് അവളുടെ കൈ കയറിപ്പിച്ചത്. അവക്കാണെങ്കിൽ അവളെ നീത്ത് തൊഴാനേ ഇഷ്ടമില്ല.
ഇവളെന്ത് ചെയ്ത് എന്റെ കൈ പിടിച്ചിട്ട് മുഷ്ടി ചുരുട്ടി അവന്റെ മൂട് നോക്കി ഒരു ഒച്ചിട്ട് വെച്ച് കൊടുത്തു. ഞാൻ നോക്കിയപ്പോ ഞാൻ കൈ വെട്ടിട്ട് വാഴത്തന്റെ കൂടെ കിടക്കണം. എടി ഭയങ്കര നീ കാണാനല്ല എടി. എന്നിട്ട് അവൻ ചക്കാടി. ഈ ചക്കയില്ലടി 2 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അടുത്തൊക്കെ കഴിഞ്ഞവൻ വന്ന് 2 പ്രശ്നമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ദേഹോപദ്രവമൊന്നും ഇല്ലാത്തന്നെ ഞങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ വാഴം ഞങ്ങൾ വിട്ടു. പിന്നെ ഒരു ദിവസം അവൻ വന്ന് അന്നത്തെ വരവാണ് മോനെ ഞങ്ങളിന്ന് ഇവിടെ കൊണ്ടെത്തിച്ചത്. അന്ന് ഓനിലായിരുന്നെങ്കിൽ അവനൊരു ഉറപ്പുണ്ടാവില്ലായിരുന്നു, ഞങ്ങൾക്കൊരു ഉറപ്പുണ്ടാവില്ലായിരുന്നു. എന്തുവാടി ഇവളവനെ കൊന്നോടി? ഇല്ലടി അവളെ കൊന്നില്ല. പക്ഷെ അവര് കോവയിലാക്കി. ഇപ്പൊ ഹോസ്പിറ്റലില് കണ്ണുകൂടി തുറക്കാൻ പറ്റാനുള്ള പാവ കിടപ്പുണ്ട്. ആ കോവിലോ? എനിക്ക് അതിന് മാത്രം വന്നതിനോടൊക്കെ എന്തുവാണ് ചെയ്തത്? അതേട്ടാ നീ തിരിച്ച് ചാവും. ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് ഈ പന്നിയവൻ. ഞാൻ പറയുന്നില്ല എടി. ഞങ്ങൾ എല്ലാരോടും ക്യാൻറ്റീനിൽ ഇരിക്കണിരുന്നു. ഞാൻ അവിടെ ചുമ്മാ ഇരിക്കണിരുന്നു. ഇവളവിടെ ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് കുടിക്കണിരുന്നു. ഇവന് അങ്ങോട്ട് കയറി വന്നിട്ട് ഇവളുടെ കയ്യിലുള്ള സ്ട്രോബെറി മിൽക്ക് തട്ടിക്കളഞ്ഞിട്ട് ഇവളുടെ മുഖത്ത് കുത്തിയെന്ന് പിടിച്ച്. അവനത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇവളെന്ത് ചെയ്തു? അവളൊരുമിച്ച് സ്റ്റൂൾ എടുത്ത് അവളുടെ തലയുടെ ഒറ്റടി 18 സ്റ്റിച്ച്. പാവം എന്തുകൊണ്ടോ ചക്കില്ല. ബോധം പോയിട്ട് കോമയില്ല. അതായിരുന്നല്ല കാര്യം. ദൈവം കൊടുക്കി അങ്ങനെ തന്നെയാണ്. എന്റെ പൊന്നെ എന്തോരം പ്രോത്സാഹനങ്ങളായി കിട്ടുന്നത്. കൂടെയുള്ള തേണ്ടിയാണെങ്കിൽ അതിനും സപ്പോർട്ട് ചെയ്യില്ല. ശവം ഇവിടെ ചെറിയ സീനാക്കും. ഒന്നും പോടിയില്ല. ഒപ്പനാരാണ് സീനാക്കുമ്പോ സീനാക്കട്ടെ. എനിക്കെന്തായാലും ആർക്കും വേണ്ടി എഴുന്നേക്കാൻ പറ്റില്ല. ഫുഡ് കഴിക്കുമ്പോ രാജാവ് വന്നാൽ എഴുന്നേക്കണമെന്ന്. നിനക്കൊക്കെ രണ്ടിന് മാത്രം എന്താണ് എഴുന്നേക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ഹലോ പ്ലീസ്, എന്താ വേണ്ടത്? എഴുന്നേറ്റാ പോരെ. എടി എഴുന്നേക്ക്. അങ്ങനെയല്ലല്ലോ മോളെ, ഞങ്ങ വരുമ്പോഴല്ലേ എഴുന്നേക്കണത്, അല്ലാതെ വന്ന് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് എന്തിനാ? സോറി, അറിയില്ലായിരുന്നു, അതുകൊണ്ട് എഴുന്നേക്കാന്ന്. അതെന്താടി വെച്ച് ഇത്രയും പേർക്ക് അറിയാല്ല, പിന്നെ അത് നിനക്കൊക്കെ മാത്രം അറിയാതെ? ഈ കോളേജില് ഫസ്റ്റ് ഡേ അറിയില്ലായിരുന്നു, പറഞ്ഞപ്പോഴറിയണം. എടാ ചെറിയ സംശയം എന്തായാലും തെറ്റിയിട്ടില്ല, ഇതാളന്മാര് തന്നെ. എടാ ധ്രുവേ, ഇവൾമാരെ നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടണ്ടേ? നിനക്കൊക്കെ എന്താണോ ഇതാ എന്റെ പെങ്ങന്മാരെ നെഞ്ചിട്ട് അങ്ങനെ കേറിയാലുണ്ടല്ലോ. വന്നല്ലോ പൊന്നാങ്ങളാ, ഞാൻ അനിയത്തിമാരൊന്ന് പരിചയപ്പെടണേ. മോനെ ചെറി, നീ ഞങ്ങളോട് കളിക്കണ പോലെ അവന്മാരുടെ അടുത്ത് കളിക്കാമെന്ന് നീ വിചാരിക്കണ്ട. കാരണം നല്ലത് കിട്ടും, അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അതൊന്നും നമുക്ക് കാണണ്ടോ ചെറി, നോക്കാലോ അവന്മാരെന്താ ചെയ്യാൻ പോണു. ധ്രുവ് ചെറി പ്ലീസ്, ഞാൻ പറഞ്ഞേക്ക്, ഇത് ഞങ്ങളുടെ കയ്യിൽ പോലും നിൽക്കില്ല. അവസാനം ഇത് വലിയ പ്രശ്നമാവും. പറയണ കേക്ക്. നോക്കട്ടെ ചേട്ടാ, തുടക്കം തന്നെ റോങ് പറയല്ലേ, നമ്മക്കള് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്നാ മുമ്പ് വാങ്ങിച്ചിട്ട് വാ, ഞങ്ങൾ പ്രിൻസിപ്പളിന്റെ റൂമിലുണ്ടാവും. അടിയൊക്കെ കിട്ടിക്കഴിയുമ്പോ അങ്ങോട്ട് വാ, ചേച്ചിമാരെയും കൂട്ടി പ്രശ്നം തീർക്കണ്ടേ. പിന്നെ സിക്ക് റൂമിലൊരു ബെഡ് പറഞ്ഞിട്ടിട്ടുണ്ട്, വന്നാ കൊള്ളാം. എന്ത് പറയുമ്പോഴാണ് ദൈവമേ ഞാനിപ്പോ കണ്ടത്. ചെറിയല്ലേ താഴെ കിടക്കണം. ഈശ്വര, നിതിനെ മുക്കി അവന്മാര് പറഞ്ഞ ഒരു സിക്രം കൊണ്ടുപോയി വരൂലേ.
കിടപ്പില്ലേ നോക്കി നിക്കാതെ എല്ലാ സിഗ്രൂമിനെ കൂട്ടെ കിടത്തടാ. എന്റെ നടു പോയേ. അയ്യോ എടാ മോനെ, നിനക്ക് എന്നാ പറ്റിയടാ? എടാ നീ രാവിലെ വന്നപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇവിടത്തേക്ക് എല്ലാരും പറഞ്ഞ് നിന്റെ നടു കൂട്ടിയാരെ കുറിച്ചത്. എന്താ പറ്റിയടാ നിനക്ക്? അയ്യോടെ മോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? നടുവിലെന്തായാലും കുഴപ്പമുണ്ടാ? ചേച്ചി വീട്ടിൽ ചെന്നിട്ട് തിരുമ്പി തരാട്ടാ. എടാ ദാമു, എന്തുവാണ് ഇവന് പറ്റിയത്? ചേച്ചി ഒരിക്കലും കോളേജാണ്. അത് ഞാൻ മറ്റേ അവന്മാരില്ലേ എന്തുപോലെ പീസ് ഋത്തിനും എനിക്ക് നടുവിട്ട് പൂജ. ഡിസംബറെ നീ ഇങ്ങോട്ട് വാ. മക്കളെ നിങ്ങൾ വിളിക്ക്, ഞങ്ങൾ പോരാ. അയ്യോ ചേച്ചി പോലെ പോണത് പറയടാ, അവരോട് പറയടാ, അവരെ കൊല്ലോടാ, അവരാ ഇവിടെ പറയടാ, പോയി പറയടാ. മോനെ ചെറി എല്ലാത് പറഞ്ഞായിരുന്ന എന്തുവാടാ നീ പറഞ്ഞത്? റാഗിങ് ഓടിച്ചു വന്നേണു കോപ്പം. എടാ അവളുടെ മൂത്താരോഗ്യം പിടിച്ച് ഒന്നും പറഞ്ഞ അവളെ തകാണ്ടി പിടിച്ചുണ്ടാണ് അവിടെ പോകുന്നത്. അവനിപ്പോ കോമേടാ, അവനിപ്പോ ഭൂതം പോയില്ല. മോനെ നീ തീർന്നപ്പെട്ട മോളെ, നീ തീർന്നു. എന്റെ നട്ടുവിന്റെ ഇതൊന്നും മാറി ഞാൻ എഴുന്നേറ്റ അപ്പൊ തന്നെ നിനക്കുള്ള ആ പണി ഈ ചെറു വെച്ചിട്ടുണ്ട്. അയ്യോ എന്റെ നാട്ടു